നമസ്കാരം. കേരളത്തിലാകമാനം ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിലാണ് ഇടതുമുന്നണിക്കും കേരള കോൺഗ്രസ് എമ്മിനും അടിപതറിയതെന്ന് കേരള കോൺഗ്രസിൽ വിലയിരുത്തൽ. തകർച്ചയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ലെന്നാണ് നേതൃയോഗത്തിൽ അഭിപ്രായമുയർന്നത്. സ്വന്തം അനുഭാവി വൃന്ദം അകന്നുപോയി. അതോടൊപ്പം CPM നയങ്ങളും നേതാക്കളുടെ പെരുമാറ്റവും തോൽവിക്ക് കാരണമായി. മലയോര കർഷകരും വിവിധ ക്രിസ്ത്യൻ സഭകളും പാർട്ടിയിൽ നിന്ന് അകന്നു. UDF അനുകൂല സമീപനമാണ് ഇവരെല്ലാം സ്വീകരിച്ചത്. ഇതെല്ലാം തോൽവിയുടെ കാരണങ്ങളായി. തോൽവിയുടെ പശ്ചാത്തലത്തിൽ മുന്നണി മാറാനില്ലെന്നും ഇടതു മുന്നണിയിൽ തന്നെ അടിയുറച്ചു നിൽക്കാനുമാണ് പാർട്ടി തീരുമാനം. 10 വർഷം തുടർച്ചയായി ഭരണം വന്നപ്പോൾ ജനത്തിന് മടുത്തു. അതുകൊണ്ടാണ് ഇടതുമുന്നണി 35 സീറ്റിൽ ഒതുങ്ങിപ്പോയത്. കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് പോലും ലഭിക്കാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. പിണറായി വിജയന് മാത്രമല്ല, തമിഴ്നാട്ടിൽ കരുത്തനായ സ്റ്റാലിനും ബംഗാളിൽ മമതാ ബാനർജിക്കും കാലിടറി. കനത്ത തോൽവിയാണ് മമതയും DMKയുടെ സ്റ്റാലിനും നേരിട്ടത്. ഇതെല്ലാം തുടർ ഭരണത്തെ തുടർന്നുള്ള ജനങ്ങളുടെ മടുപ്പ് കൊണ്ടാണ്. ഇതെല്ലാം കണക്കിലെടുത്ത് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പാർട്ടിയെ സജ്ജമാക്കാനാണ് തീരുമാനം. പാർട്ടി പുനഃസംഘടനയ്ക്കും ഹൈ പവർ കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. കേരള കോൺഗ്രസ് എമ്മിന് മാത്രമല്ല, NCPക്കും JDSനുമെല്ലാം ഒരു സീറ്റ് പോലും ലഭിച്ചില്ല. CPMനും CPIക്കും മിക്ക സീറ്റുകളും നഷ്ടമാവുകയും ചെയ്തു. ഇതെല്ലാം കണക്കിലെടുത്താണ് ആഞ്ഞടിച്ച ഭരണവിരുദ്ധ തരംഗത്തിലാണ് LDF തകർന്നടിഞ്ഞതെന്ന തീരുമാനത്തിലേക്ക് കേരള കോൺഗ്രസ് എത്തിയത്. മത്സരിച്ച 12 സീറ്റുകളിലും പാർട്ടി പരാജയപ്പെട്ടിരുന്നു. പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി UDF സ്ഥാനാർത്ഥി മാണി C കാപ്പനോടും വീണ്ടും തോൽവി രുചിച്ചപ്പോൾ ഇടുക്കിയിൽ റോഷി അഗസ്റ്റിനും പരാജയപ്പെട്ടിരുന്നു. തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ വെളിച്ചത്തിൽ പിഴവുകൾ പരിഹരിച്ച് മുന്നോട്ടു പോകാനാണ് പാർട്ടി യോഗത്തിൽ തീരുമാനമുണ്ടായത്.